ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വേളാങ്കണ്ണിപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തീരെ ചെറിയ വീഡിയോ ആണ്. എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല, കാരണം എനിക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് നല്ല ക്ലിയർ അല്ല. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മണിയൊക്കെ ആയി ഉച്ചയ്ക്ക്. അപ്പം നമ്മളിതാ ഫുഡ് അവിടെ നമുക്ക് ട്രെയിനിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറാക്കി കൊണ്ടുപോയിട്ടാണ് കഴിച്ചത്. ട്രെയിനിലിരുന്ന് കഴിക്കുമായിരുന്നു. നമ്മൾ 1 മന്ത് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. എനിക്കും മമ്മിക്കും ബിനീഷനും അപ്പുക്കുട്ടനും വേണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പുക്കുട്ടൻ ഫസ്റ്റ് ട്രെയിൻ യാത്രയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി എ സിക്കകത്ത് പോകണം. എ സിക്കകത്ത് പോകുമ്പോൾ നമ്മൾ ഫുൾ അടച്ചിരിക്കുമല്ലേ, അപ്പോൾ ഒന്നും കണ്ട് അങ്ങനെ വിൻഡോ ഒന്നും തുറന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ എ സി എടുക്കാഞ്ഞത്. നമ്മളൊരു 6 മണിയായപ്പോൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ വന്ന് റൂം എടുത്ത് ഫ്രഷായി നീന്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ബിനീഷനും നീന്തി, മമ്മി അപ്പുക്കുട്ടനെയും കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പള്ളി വന്നു. പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു, മലയാളം കുർബാന ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളി വന്ന് കുർബാനയൊക്കെ കൂടുവാണേ. നമ്മൾ രാവിലെ തന്നെ നീന്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെയിലാകുമ്പോൾ നല്ല ചൂടല്ലേ. എന്നിട്ട് പോലും നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ ആ നീന്തിയ സമയത്ത്. എന്തായാലും അപ്പുക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഇത് നമ്മൾ വേളാങ്കണ്ണിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇത് സ്റ്റുഡിയോ ആണ്. ആ സ്റ്റുഡിയോയിൽ വെച്ചിരിക്കുന്ന മാതാവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്താണ്. ആ മാതാവിനെ നടുക്ക് നിർത്തി ഫോട്ടോ എടുത്ത് തരും. പിന്നെ ഇത് നമ്മൾ റൂമിൽ വന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് അപ്പുക്കുട്ടനൊന്ന് മയങ്ങി. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനൊരു ബട്ടർ നാനും ചില്ലി ചിക്കനുമാണ് എനിക്കും അപ്പുക്കുട്ടനും കൂടെ ഓർഡർ ചെയ്തത്. വിനീഷ ഊണാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ മമ്മി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി നല്ലതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പുക്കുട്ടൻ രാവിലെ ഒരു ഗ്ലാസ് പാലേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒന്നും കഴിച്ചില്ല. പിന്നെ ഉച്ചയായപ്പോഴും നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അവന് ഗ്യാസ് കയറിയതാണോ എന്തോ, ഛർദ്ദിക്കാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഞാൻ കഴിച്ചെടുത്ത് നിന്നു. അവൻ ഫുള്ള് ഛർദ്ദിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അവനെയും കൊണ്ട് കടകളിൽ, അവന് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറ് മേടിക്കാൻ വേണ്ടി കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കടയിലേക്ക് ഫുള്ള് അവൻ വൊമിറ്റ് ചെയ്ത്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ടായിരുന്നു. ആകെപ്പാടെ നമുക്ക് കടയ്ക്കകത്തല്ലേ, പിന്നെ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിനീഷണം പിന്നെ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അവൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ ചെന്ന് ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഇതിനെയാണ് നമ്മൾ നീന്തുന്ന ആ സ്ഥലം ഭയങ്കര ചൂടായിട്ടായിരുന്നു കേട്ടോ അവിടെ കിടന്നത്. മണ്ണ് പോലും ഭയങ്കര ചൂടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നേ. കാരണം നമുക്ക് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പള്ളികളിലൊക്കെ കയറിയിട്ട് നേർച്ചയിട്ട് പെട്ടെന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോരുമായിരുന്നു. കാരണം നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പുക്കുട്ടൻ ഇങ്ങനെ ഛർദിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ ട്രെയിന് തന്നെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് കടകളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കയറിയിട്ടൊന്നുമില്ല, ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കി പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പുക്കുട്ടന് വയ്യാണ്ടായതുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലാനിങ്ങും പോയി. നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് മീൻ വറുത്തത് നല്ല ഫ്രൈ ചെയ്ത് തരുമല്ലോ. ഞങ്ങൾ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അവിടുന്ന് എന്തായാലും നമുക്ക് പ്രാവശ്യം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ എവിടെ ഒന്ന് ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നേ. അങ്ങനെ പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ബീച്ചിൽ ഇറങ്ങാനൊന്നും താല്പര്യമില്ലായിരുന്നേ. കാരണം നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരണ്ടേ, നമുക്കതുകൊണ്ട് സമയമില്ല. പിന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറുമ്പോഴത്തേക്കും കാലെല്ലാം മണ്ണാവും. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിരുന്നു. അപ്പം ബിനീഷേട്ടൻ അപ്പുക്കുട്ടനെയും കൊണ്ട് എന്നാൽ അവനെ ജസ്റ്റ് കടലിലൊന്ന് ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുമായിരുന്നു. എന്നിട്ട് നമ്മുടെ അവിടെ ഈ മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മുളകും ഒക്കെ കൂടി ഇട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നമുക്കൊരു മാങ്ങ മുളകൊക്കെ ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുക്കുട്ടനെയും കൊണ്ട് വിനീഷേട്ടൻ ഇവിടെ പോയി നിൽപ്പുണ്ട്. അപ്പുക്കുട്ടന് അത് ഭയങ്കര ഇഷ്ടമാണേ. അപ്പുക്കുട്ടന് പേടിയൊന്നുമില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവന് പേടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്.
പക്ഷെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്രാവശ്യം നല്ല കേട്ടോ. അവനൊരു 1.5 വയസ്സുള്ളപ്പം തൊട്ട് ഞങ്ങൾ ബീച്ചിൽ പോകാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തിരയൊക്കെ വരുന്നത് കാണാനും. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കും. അവിടുന്ന് പോരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. പിന്നെ വിനീഷേട്ടൻ കുറച്ച് നേരം ജസ്റ്റ്, അധികം സമയമില്ലായിരുന്നു നമുക്ക്, ഇച്ചിരി നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് ജസ്റ്റ് അവിടുന്ന് ഞങ്ങൾ കയറി പോരുമായിരുന്നു. അവിടുന്ന് കയറി വന്നപ്പോഴത്തേക്കും അപ്പുക്കുട്ടൻ അങ്ങോട്ട് പോയപ്പോഴേ നോട്ടം ഇട്ടിട്ട് പോയതായിരുന്നു. അപ്പുക്കുട്ടൻ ഈ വണ്ടിയെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. എന്നാ വിചാരിച്ച് ഏതായാലും ഒന്നും നടന്നില്ല. അവന് ഒന്നും അങ്ങനെ ഒരു സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെ ആ കടയിൽ കയറിയിട്ടേ വൊമിറ്റൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ കടയിലൊന്നും കയറിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ വണ്ടിയെ കയറ്റി അവരൊരു ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ പതുക്കെയൊക്കെ പോയതുകൊണ്ട് അപ്പുക്കുട്ടന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിൻ്റെ സ്പീഡ് കൂട്ടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവന് നന്നായിട്ട് പേടിയുണ്ടാവും. പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആശാന്. പക്ഷേ അവിടുന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അവൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. പേടിച്ചിരിക്കും. നമുക്ക് മുഖം കാണുമ്പോൾ അറിയാം പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. എന്തായാലും അവനൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിൽ കയറ്റി. പക്ഷേ ആശാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓൾറെഡി ടൈം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു തവണ അതിൽ നിന്ന് ഇറങ്ങിയിട്ട്, ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനടുത്ത ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കരച്ചിൽ കേട്ടോ. പിന്നെ വയ്യാണ്ടൊക്കെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നും പിടിച്ചെന്നാലും നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. വാശി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ചെയ്തു കൊടുക്കാറില്ല. വാശിയില്ലാതെ ഇരിക്കുമ്പോൾ നല്ല ഇതിലൊക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. ഇനി ഇതിപ്പോൾ വയ്യാണ്ട് ഇരിക്കുവാണല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത ജീപ്പിൽ അവന് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ പുള്ളി അവിടെ നിന്ന് ആ പുള്ളി ഓൾറെഡി കയറിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറ്റുമായിരുന്നേ. അങ്ങനെ കയറ്റി സത്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കയറ്റിയത് അബദ്ധമായിരുന്നു. കാരണം വരാൻ പറഞ്ഞിട്ട് അവന് എന്ത് ചെയ്താൽ വരത്തില്ല. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി. പിന്നെന്താ, എന്തായാലും നമ്മൾ വന്നാലേ ഇനി മീൻ കഴിക്കാൻ ഒന്നും ടൈമില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒരു കരിക്കൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കരിക്ക് കഴിക്കുമായിരുന്നു. അങ്ങനെ കരിക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ വേളാങ്കണ്ണി ട്രിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പുക്കുട്ടൻ ഇങ്ങനെ വയ്യാതെ വന്നതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് ട്രെയിന് പോകുന്നത്. പക്ഷേ എന്ത് പറയാൻ, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.